നിരന്തര യാത്രികനാണ് മോഹൻലാൽ. പല ദേശങ്ങളുടെയും ഭാഷകളുടെയും വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. കൊടൈക്കനാലിലെ പ്രശസ്തമായ ഡെവിൾസ് കിച്ചണിലേക്ക് 14 വർഷം മുൻപ് മോഹൻലാൽ നടത്തിയ യാത്രയാണിത്. ഡെവിൾസ് കിച്ചൺ ഇന്നറിയപ്പെടുന്നത് ഗുണ കേവ് എന്ന പേരിലാണ്. കമൽഹാസന്റെ ഗുണ എന്ന ചിത്രം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ്. അതിനുശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണ എന്ന പേര് വന്നത്. യാത്രയെക്കുറിച്ച് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെ: സാധാരണ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കൊടൈക്കനാൽ എന്നാൽ നക്ഷത്ര രൂപത്തിലുള്ള നീലത്തടാകവും വെയിൽനിറം മാറിക്കളിക്കുന്ന മരക്കാടുകളും പച്ചക്കമ്പളം നീട്ടിവിരിച്ചതുപോലുള്ള ഗോൾഫ് മൈതാനങ്ങളും കുതിരസവാരിയും പിന്നെ പേടിപ്പിക്കുന്ന സൂയിസൈഡ് പോയിന്റും മാത്രമാണ്. എന്നാൽ കൊടൈക്കനാലിന് മറ്റൊരു മുഖമുണ്ട്. അധികമാരും കാണാത്ത ഇരുണ്ട മുഖം. അവിടെ എപ്പോഴും ഇരുട്ടാണ്. പിന്നെ പേടിപ്പെടുത്തുന്ന ഏകാന്തതയും. ഡെവിൾസ് കിച്ചൺ എന്നാണ് ഇതിനെ ഭാവനാശീലനായ ഏതോ സായിപ്പ് പേരിട്ട് വിളിച്ചത്. ഈ ഇരുണ്ട അധോലോകം കൂടി കണ്ടാൽ മാത്രമേ കൊടൈക്കനാലിലെ കാഴ്ചകൾ പൂർണ്ണമാവൂ. കൊടൈക്കനാലിൻ്റെ കേന്ദ്രബിന്ദുവായ തടാകത്തിൽ നിന്നും 6 കിലോമീറ്ററോളം മാറിയാണ് ഡെവിൾസ് കിച്ചൺ. പില്ലർ റോക്ക് ആണ് അതിനടുത്ത സാധാരണക്കാർ എത്തിച്ചേരുന്ന സൈറ്റ് സീയിങ് പോയിന്റ്. അവിടെ നിന്നും മുകളിലേക്ക് പോയി കറുത്ത മണ്ണിൽ ഇടതൂർന്നു നിൽക്കുന്ന പൈൻ മരക്കാടുകൾ കടന്നു വേണം ഡെവിൾസ് കിച്ചണിലേക്ക് പോകാൻ. പരസ്പരം പിണഞ്ഞു കിടക്കുന്ന വേരുകൾ, ഇടക്ക് കൂറ്റൻ മരങ്ങൾ, അവയുണ്ടാക്കുന്ന ഇരുട്ട്, എണ്ണമറ്റ വാനര സംഘങ്ങൾ. അങ്ങേയറ്റത്ത് വേലി കെട്ടിത്തിരിച്ച കൂറ്റൻ പാറത്തുഞ്ചാണ്. അതുവരെയേ അന്വേഷികളായ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ അതിനപ്പുറത്തെ ആഴങ്ങളിലായിരുന്നു കാഴ്ചയും അനുഭവവും. പിണഞ്ഞു കിടക്കുന്ന വേരുകൾ പിടിച്ചു വേണം ചെങ്കുത്തായ ഇറക്കം ഇറങ്ങാൻ. ഇറക്കം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഒരു തലയോട്ടി പേടിപ്പിക്കും വിധം പല്ലിടിച്ചു കിടക്കുന്നു. എന്നോ എന്തൊക്കെയോ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്ത ഏതോ അജ്ഞാതന്റെയാവാം അത്. അത്രയധികം പേരാണ് കാറ്റ് ചൂളം കുത്തുന്ന ആ കൊക്കയിലേക്ക് ചാടി ജീവനൊടുക്കുന്നത്. കൊല ചെയ്യപ്പെടുന്നവർ വേറെയും. വീണാൽ പിന്നെ തിരിച്ചെടുക്കലുകളില്ല, ആരും അറിയുകയുമില്ല. വേരുകളിൽ പിടിച്ചുള്ള ഇറക്കം പാതി വഴിയിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാലിലെ മസിലുകൾ ഉരുണ്ടു കയറുന്നത് ഞാൻ അറിഞ്ഞു. പിന്നീട് 2 വശത്തും മരക്കഷ്ണങ്ങൾ അടിച്ച് കോണിയുണ്ടാക്കി ഇറങ്ങാൻ ശ്രമിച്ചു. പിടിക്കാൻ ഒരു കയർ തൂക്കിയിട്ടു. പാറക്കൂട്ടങ്ങളും പച്ചക്കാടുകളും കൂട്ടിക്കലർന്ന് കിടക്കുന്ന ആ വഴി മുന്നോട്ട് പോകുന്തോറും പേടിപ്പിക്കുന്നതായിരുന്നു. താഴേക്ക് എത്തുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള പാറകളുടെ ഉയരം വർദ്ധിക്കുന്നത് പോലെ. വലതുവശത്ത് കൊടും കാട് നിറഞ്ഞ ആഴങ്ങൾ. അടിയിൽ നിന്നും പൊന്തി അതിൻ്റെ ഉച്ചിയിലേക്ക് പറന്നു പരക്കുന്ന മഞ്ഞുപുക, കൊടും തണുപ്പ്. ഇടതുവശത്ത് കൃത്യമായി മുറിവെച്ചതുപോലുള്ള പാറകൾ. ഇടയ്ക്കിടെ പാഞ്ഞു വന്ന് അസ്ഥിയിൽ വരെ സ്പർശിച്ചു പോകുന്ന ശീതക്കാറ്റ്. താഴെ കൂർന്നു പോകുന്ന ആ വഴിയുടെ അറ്റം ഒരു കൂറ്റൻ കരിമ്പാറയിൽ ചെന്ന് സ്തംഭിച്ചു നിന്നു. അതിൻ്റെ അരികിലൂടെയുള്ള വഴി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പുളഞ്ഞു പുളഞ്ഞ് അജ്ഞാതമായ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. ആ കരിമ്പാറക്കപ്പുറം ഞാൻ ചെകുത്താൻ്റെ പാചകപ്പുര കണ്ടു. ആഴത്തിലുള്ള ഒരു ഗുഹയും അതിൽ നിന്നും നീണ്ടുപോകുന്ന ഇരുട്ടിൻ്റെ തുരങ്കങ്ങളും വീണ്ടും വീണ്ടും വരുന്ന ഗുഹകളും ചേർന്നതായിരുന്നു അത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുകളിലേക്ക് നോക്കിയാൽ 1000-ലധികം അടി ഉയരത്തിൽ പാറ പിളർന്നു മാറിയതിന്റെ വിടവ്. വിടവിന് മുകളിൽ മരങ്ങൾ പടർന്നു നിൽക്കുന്നു. അതിനുമപ്പുറം ദൂരെ ആകാശത്തിന്റെ നീലത്തുണ്ടുകൾ. തികഞ്ഞ നിശബ്ദത. വല്ലപ്പോഴും ഒരു മഞ്ഞുതുള്ളി മുകളിൽ നിന്നും അടർന്ന് വിടവിലൂടെ പാഞ്ഞു വന്ന് പാറയുടെ കൂർത്ത പ്രതലത്തിൽ വീണ് ചിതറുന്നതിൻ്റെ ശബ്ദം പോലും ആ നിശബ്ദതയിൽ തെളിഞ്ഞു കേൾക്കാം. ആഴങ്ങളിൽ നിന്നും പെട്ടെന്ന് വമിക്കുന്ന മഞ്ഞുപുകയാണ് ഈ ഗുഹയ്ക്ക് മായികമായ സൗന്ദര്യം നൽകുന്നത്. തെളിഞ്ഞ പകലിലേക്ക് നോക്കി നിൽക്കെ ഒരു കൂട്ടം കോടമഞ്ഞിൻ പുകയെ ഈ ഗുഹ പറത്തിവിടുന്നു. മുകളിലെ വിടവുകൾക്കിടയിലൂടെ നോഴ്ന്ന് അവ പുറത്തെത്തുന്നു. പിന്നെ കൊടൈക്കനാലിൻ്റെ ആകാശത്തിലൂടെ അലയുന്നു. എവിടെ നിന്നൊക്കെയോ അത് കണ്ട് സഞ്ചാരികൾ കുളിർന്ന് നിർവൃതിയടയുന്നു. നിരന്തരം കോടമഞ്ഞിൻ പുക തുപ്പുന്നത് കൊണ്ടാണ് ഈ ഗുഹയ്ക്ക് സായിപ്പ് ചെകുത്താൻ്റെ പാചകപ്പുര എന്ന് പേരിട്ടത്. എത്ര അന്വർത്ഥമായ പേര്! കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂഷോണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു. 55-60 ദശലക്ഷം വർഷം മുൻപ് ഉയർന്നു വന്ന് രൂപം പ്രാപിച്ച പീഠഭൂമികളിൽപ്പെട്ടതാണ് കൊടൈക്കനാൽ, മൂന്നാർ, വയനാട് എന്നിവ. ഭൂമിക്ക് മുകളിൽ മാത്രമല്ല, അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഇരുട്ട് വന്ന് നമ്മളെ വിഴുങ്ങും. പലയിടത്തും ചതുപ്പാണ്. തണുപ്പ് കനത്തു. നനഞ്ഞ പാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിൻ്റെയും ഇടകലർന്ന ഗന്ധം.
മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴെ എത്തുന്നില്ല. ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന് ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും ഞാൻ ഓർക്കുന്നതാണ്. പിണഞ്ഞു കിടക്കുന്ന 2 അസ്ഥികൂടങ്ങൾ, തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിദാർ, വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുകൾ. ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ. മരിച്ചു കിടന്നാലും ആരും അറിയില്ല. തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല. പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങൾ കിടക്കും. കൊടൈക്കനാലിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലുള്ള എത്രയോ മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻകൂടുകളായും കിടപ്പുണ്ട് എന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു. മിക്കവയും സ്ത്രീകളുടേതാണ്. വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു. ആഴങ്ങളിൽ പൊലിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചെകുത്താന്റെ പാചകപ്പുരയിൽ നിന്നും പൊങ്ങുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാകണം. അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാലിലെ കോടമഞ്ഞിൻ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു. അപ്പോൾ സുന്ദരമായ കൊടൈക്കനാൽ ഭയം കൂടിയാവുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.